വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ഒരു 5ഓളം തീരുമാനമെടുത്തിട്ടുണ്ട്. വേറെ തീരുമാനങ്ങളുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനെ വയ്ക്കുന്നു. പിന്നെ മറ്റു കുറേ തീരുമാനങ്ങളുണ്ട്. ബ്രഹ്മോസിന് 90 ഏക്കർ സ്ഥലം കൂടെ കൊടുക്കുന്നു. 180 ഏക്കർ സ്ഥലം വേണം. 90 നേരത്തെ കൊടുത്തോളൂ. DRDAക്കാണ് കൊടുക്കുന്നത്. 90 സെൻറ്റ് സ്ഥലം കൂടെ കൊടുക്കും. അങ്ങനെ കുറേ തീരുമാനങ്ങളുണ്ട്. പക്ഷേ അതിന് വേറൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള 5 തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, കംപ്ലീറ്റ് അസറ്റുകളും സർക്കാരിൻ്റെ മുഴുവൻ അസറ്റുകളും ജിയോ ടാഗ് ചെയ്ത് അതിനൊരു ഇൻവെൻട്രി ഉണ്ടാക്കുകയാണ്. ഇൻവെൻട്രി ഇല്ല എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ പലയിടത്ത് കിടക്കുകയാണ്, ഒറ്റ പ്ലാറ്റ്ഫോമിലില്ല. അത് വളരെ വലിയ ഒരു തീരുമാനമാണ്. ഒരു ഡിജിറ്റൽ കണക്ടിവിറ്റി ഫോർ ഗുഡ് ഗവേണൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ് ഡിജിറ്റൽ കണക്ടിവിറ്റി ഫോർ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമതൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് പ്ലാൻ സ്പേസ് 2 എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അതായത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാവുന്നുണ്ട് സംസ്ഥാനത്ത്. 12,000-ഓളം പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെ ഒന്ന് ഏകോപിപ്പിക്കുക. മൂലധനം എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രോജക്റ്റ് എത്ര, അതിൻ്റെ ഫണ്ട് എത്ര, ആര് ചിലവാക്കി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സംവിധാനം ആലോചിക്കുന്നു. 500-600ഓളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ എഫിഷ്യൻസി, മെരിറ്റ്, ഡിമെരിറ്റ്, ലിമിറ്റേഷൻ, പോസിബിലിറ്റി എല്ലാം അനലൈസ് ചെയ്യുകയാണ്. അടുത്തൊരു സാധനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. സമാന സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ റീവർക്ക് ചെയ്യുകയാണ്. ശരിയാണ്, ഒരേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, സമാനമായ തുല്യമായ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡിപ്പാർട്ട്മെൻ്റൽ കോർഡിനേഷൻ എന്നോ ഇൻ്റഗ്രേഷൻ എന്നോ വളരെ പ്രധാനമാണ്. സെക്രട്ടറി ലെവൽ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്, കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അടുത്ത തീരുമാനം. ഇതൊക്കെ വളരെ വലിയ തീരുമാനമാണ് വർക്കൗട്ട് ചെയ്താൽ. ഇവിടെ വെള്ളം കയറാത്ത അറകൾ പോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കുറേ പ്രോജക്റ്റുകൾ എഴുതും, കുറച്ച് സ്കീം വയ്ക്കും, സർക്കാർ കൊടുക്കും, പൈസ കൊടുക്കും. പിന്നെ ആറാട്ട് ഉത്സവമാണ്, ആറാട്ട് മുണ്ടന്മാരെ ഉത്സവമാണ്. ആര് നടത്തിയില്ല. പിന്നെ വല്ലപ്പോഴും വരുന്ന ഒരു AG ഓഡിറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓഡിറ്റോ ഏതെങ്കിലും ഓഡിറ്റ് വന്ന് എന്തെങ്കിലും പറയും, കാകുമെന്ന് പറയും, അതിന് കുറേക്ക് മറുപടി കൊടുക്കും, അങ്ങ് പോകും. ഒരു പെർഫോമൻസ് ഇല്ലാതെ ഓടുന്നൊരു സ്റ്റേറ്റാണ്. പെർഫോമൻസ് ഇൻഡെക്സ് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 5 പരിപാടികളെയും നമുക്ക് കാണാം. ഡിജിറ്റൽ കണക്ടിവിറ്റിയാണ്. GIS, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഭൗമ വിവര വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റിയാണത്. അതിലൂടെ ജിയോ ടാഗ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എവിടെയാണ്, ഏത് പദ്ധതി, ഏത് ജില്ല, ആരാണ് പദ്ധതിയുടെ നടത്തിപ്പ്, എത്ര രൂപയായി, എന്ന് കഴിഞ്ഞു, എപ്പോൾ കഴിഞ്ഞു, എന്താണ് റിസൾട്ട്, നെഗറ്റീവാണോ, എല്ലാം അറിയാൻ പറ്റുന്ന ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ GIS പ്ലാറ്റ്ഫോറത്തിൽ മുഴുവൻ കാര്യങ്ങളെയും ഡിജിറ്റലൈസ് ചെയ്ത് ഡിജിറ്റൽ കണക്ടിവിറ്റി കൊണ്ടുവന്ന് ഭരണത്തെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും സ്കീമുകളെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഒരു കോർഡിനേഷനിലൂടെ കൊണ്ടുവരാനുള്ള 5 സ്കീമുകളാണ് ഇന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമാണ്. ഇതൊക്കെ നടന്നെടുത്താൽ നമ്മുടെ പരിമിതി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഘടകകക്ഷികളൊക്കെ ഉള്ളൊരു സംവിധാനമാണ്. ഓരോ കക്ഷികളും വെള്ളം കയറാത്ത അറകളായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവർ തമ്മിൽ പോലും യാതൊരു ധാരണയില്ല. ഒരു വകുപ്പിനകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അവർ തമ്മിൽ ധാരണയില്ല. ഈ ഹൈറാർക്കിയൽ സിസ്റ്റം എല്ലാം കൂടി ശരിയാക്കിക്കൊണ്ട് പോയാൽ കേരളത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നുള്ളത് കാലം കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പം നമുക്കൊന്നും പറയാനാകില്ല. എന്തായാലും ഒരുപാട് മുന്നോട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോഴും ചില ഭരണപരമായ ലാഗിങ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലാഗിങ് ഉണ്ട്. ഇപ്പോഴും സമ്പൂർണ്ണമായി എല്ലാ മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് ആയിട്ടില്ല. പ്രൈവറ്റ് സെക്രട്ടറി പോലും ആവാത്ത മന്ത്രിമാരുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് അടിയന്തരമായിട്ടാവണം. മറ്റ് സ്ഥാപനങ്ങളിലെ പോസ്റ്റിംഗ് ഒരുപാട് ഇന്ന് നടക്കാനുണ്ട്. ഒരുപാട് വേക്കൻസികൾ കിടപ്പുണ്ട്. അതെല്ലാം കൂടി വരുമെന്ന് തന്നെ നമുക്ക് കാര്യമായി പ്രതീക്ഷിക്കാം. ഓണം കഴിയുമ്പോൾ എല്ലാം ഒന്ന് ചാലുവാകുമെന്ന് നമുക്ക് കരുതാം.